അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരും. കഴിയുന്നവരെല്ലാവരും വീഡിയോയിൽ വരാം. ശരി. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? അപ്പൊ നമ്മുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 4-ാമത്തെ ദിവസമാണ് അല്ലേ? ഇപ്പൊ എന്തെങ്കിലും അതെ. ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലേ? ചെറിയൊരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സാർ. ആണോ? അടിപൊളി. നമ്മൾ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതെ. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് 28 ദിവസം കൊണ്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു അല്ലെ? 2-ാമത്തെ ദിവസം നമ്മള് മാജിക് സ്റ്റോൺ. പിന്നെ ഇന്നലെ നമ്മള് റിലേഷൻഷിപ്പ് ചെയ്തു അല്ലെ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെൽത്തിനാണ്. ഓക്കെ. അപ്പോ നമുക്ക് ആദ്യം ഇതുവരെ ചെയ്ത പോലെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അതെ. ചെയ്താലോ? ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്. ആ, എല്ലാവരും ഒന്ന് ചെയ്യാം കണ്ണടച്ചേ. സാർ. ചെയ്യാം. എല്ലാവരും നോട്ട് പാഡും പേന എടുക്കുക കേട്ടോ. എന്നിട്ട് റെഡി ആയിട്ടിരിക്കുക, കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കാം. അതൊരു 4 സെക്കൻഡ് സമയം എടുത്തിട്ട് ശ്വാസം എടുക്കുക. ഒരു 5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 6 സെക്കൻഡ് സമയം എടുത്തിട്ട് പുറത്തേക്ക് വിടുക. അതൊരു 3-4 പ്രാവശ്യം ചെയ്യാട്ടോ. നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. വേറെ ശ്രദ്ധകൾ വരും, വേറെ ചിന്തകൾ വരും. അപ്പൊ അതിലേക്കൊന്നും പോവാതെ നിങ്ങളുടെ ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുള്ളത് എന്നുള്ളത് ഫീൽ ചെയ്യാം. എന്ന് പറയുന്ന പോലെ നമ്മൾ രാവിലെ എണീറ്റു, അതേപോലെ നമ്മുടെ പല കാര്യങ്ങളും ചെയ്തു, ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങള് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? നല്ല ഫാമിലി, നല്ല വീട്, നല്ല സുഹൃത്തുക്കള്, നല്ല ബിസിനസ്, നല്ല ജോലി, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? അതിനെല്ലാം നന്ദി പറയാം. എനിക്കിന്ന് എണീക്കാൻ കഴിഞ്ഞതിന് നന്ദി. അതുപോലെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന്, നല്ല വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞതിന്, എല്ലാത്തിനും നന്ദി പറയാം. നന്ദി ഫീൽ ചെയ്യാം. അത് നിങ്ങൾക്കൊരു മൂവി പോലെ കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിലൂടെ ഇങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇനി അത് കണ്ടു കഴിഞ്ഞവര് നിങ്ങളുടെ നോട്ട് പാഡും പേൻ എടുത്തിട്ട് നോട്ട് പാഡിലേക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കും. നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം കേട്ടോ. എഴുതാട്ടോ. ഇന്ന് നമ്മള് ഹെൽത്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പോകുന്നത്. നടക്കുവാൻ പറ്റും.
എഴുതി കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അയക്കുക കേട്ടോ. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അനിത മാം, റാഹിബ്, ജോസഫ് സാർ, എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് അത് സംസാരിക്കാൻ പോകുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. ഹെൽത്ത് അല്ലേ? ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും അല്ലേ? അപ്പൊ നമുക്ക് നല്ല ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെയാ വെച്ചാല് ഹെൽത്ത്, വെൽത്ത്, കരിയർ അല്ലേ? നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഹെൽത്തിനാണ് അല്ലേ? ഈ ഹെൽത്തിനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പല ആളുകളും കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ആദ്യം വെൽത്തിന് അല്ലെങ്കിൽ കരിയറിന് കൊടുക്കും, എന്നിട്ട് അത് തളർന്ന് പിന്നെ നമ്മുടെ ആരോഗ്യം നശിച്ച് ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാറുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? നല്ല ആരോഗ്യം വേണ്ടേ? ആരോഗ്യം വേണം അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽത്തിനാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ആ, നമുക്ക് നല്ല ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ളതല്ല, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അല്ലെ ഹെൽത്തിനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് നടക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അവെയർ ആവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ എന്താണ്? എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ ഇത് എന്തിനു വന്നു? നമ്മൾ പറയുന്നതല്ലേ, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് പറയാറുണ്ട് അല്ലേ, ഇതെനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇതെനിക്ക് എന്തിനു വന്നു? ഇതെനിക്ക് വേണ്ട, ഇത് മാറണം, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ, ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ ഇത് ഒരു മെന്റൽ റെസിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ബോഡിയിൽ അത് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അപ്പൊ ആ റെസിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ, റെസ്റ്റ് ചെയ്യുന്നത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹീലിംഗ് നാച്ചുറൽ ആയിട്ട് നടക്കും. അപ്പൊ നമുക്ക് ഈ ഹീലിങ്ങിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റിലാക്സ് ആയാൽ മതി. ആ റിലാക്സേഷൻ ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ബോഡി നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആ സിസ്റ്റം ഉണ്ട്, റിപ്പയറിംഗ് സിസ്റ്റം ഉണ്ട്, അത് പ്രോഗ്രാംഡ് ആണ്. നമ്മൾ റിലാക്സ് ആയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമുക്കറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് പനി വരും ഇല്ലേ? ചിലപ്പോൾ മഴ കൊള്ളുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ പറയും മഴ കൊള്ളരുത്, മഴയത്തിന് കയറാനൊക്കെ പറയില്ലേ? മഴ കൊണ്ടാൽ പനി വരും, ജലദോഷം വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴയ ആളുകൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് മഴ കൊണ്ടാൽ പിറ്റേ ദിവസം ജലദോഷം, പനിയൊക്കെ വന്ന് നമുക്ക് സ്കൂളും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങാറുണ്ട് അല്ലേ? ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരിതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരാൾ പറഞ്ഞു ഇങ്ങനെ,
എനിക്ക് ഉം, എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അതായത് ആളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റെഡിയായി വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ആൾക്ക് എപ്പോഴും ഉള്ളതാണ്. ഇടയ്ക്ക് പറയും, ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴെന്തെങ്കിലും ബുദ്ധിമുട്ട്, പനിയോ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരും. കാരണം ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടയിലാണ് പറയുന്നത്. അപ്പോൾ ആ ആളെല്ലാം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന സമയത്ത് 2-3 ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് എല്ലാം റെഡി ആയി നിന്ന സമയത്ത് അന്ന് ആ കാര്യം എന്നോട് പറഞ്ഞ് ആ ദിവസം തന്നെ ആൾക്ക് അസുഖമായിട്ട് പോയി. പിന്നെ ആള് ഒരാഴ്ച ആയിട്ട് ബുദ്ധിമുട്ടാണ്. അതേപോലെ അടുത്ത ആള് പറഞ്ഞു, എനിക്ക് അസുഖങ്ങൾ വന്നിട്ട് കുറെ ആയി, എനിക്കിപ്പോ അസുഖങ്ങളൊന്നും ഇല്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് വന്നിട്ട് കുറെ ആയി. അടുത്ത ആള് പറഞ്ഞതാണ്, അസുഖങ്ങൾ വന്നിട്ട് കുറെ, പനിയൊക്കെ വന്നിട്ട് കുറെ ആയി, ജലദോഷം വന്നിട്ട് കുറെ, ചുമ വന്നിട്ട് കുറെ ആയി. ആൾക്കത് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആള് എപ്പോഴും അതിന് റിക്കവർ ആയിട്ടില്ല. അന്ന് ആൾക്ക് അസുഖം തുടങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞു, ഇപ്പോഴും ചുമയും ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും പ്രോഗ്രാമിലാണ്. നമ്മൾ പറയുന്ന എല്ലാം അഫർമേഷൻ ആണെന്ന് പറയാം അല്ലെ? അഫർമേഷനെ കുറിച്ച് കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന കമാൻഡുകളാണ്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത്, നമുക്ക് കള്ളം എന്താണ് സത്യം എന്താണ് തിരിച്ചറിയാനുള്ള കഴിവ് ആൾക്കില്ല. നമ്മൾ കൊടുക്കുന്ന മെസ്സേജാണ്, എനിക്ക് പനി വരുന്നില്ല, വന്നിട്ടില്ല, എന്നാൽ കൊടുക്കാവുന്നു. അപ്പൊ അത് കിട്ടും. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയായിട്ട് അത്ര നല്ല കണക്ഷൻ ഉണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അഫർമേഷനാണ്. അത് ശ്രദ്ധിക്കാൻ പറയുന്നത്, എനിക്ക് അസുഖമില്ല, അസുഖമില്ല, അല്ലെങ്കിൽ അസുഖമാണ്, എനിക്ക് മാറുന്നില്ല, എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറില്ല. ഈ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും വേറെയല്ല, അത് ഒരു സിസ്റ്റമാണ്, രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളൊരു ഇമോഷൻ ഫീൽ ചെയ്താൽ അത് മൈൻഡിൽ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും, സേവ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു അല്ലെ? ഇമോഷൻസ് എല്ലാം നമ്മുടെ ബോഡിയിലും കെമിക്കൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ചിന്തയും, നമ്മുടെ ഓരോ ഇമോഷനും ഒരു കെമിക്കൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫിയർ വന്നാല് എന്താ സംഭവിക്കാം? നമ്മുടെ സ്ട്രെസ് ഹോർമോണ് റിലീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താലോ നമുക്ക് ആ ഹീലിംഗ് ഹോർമോണ് റിലീസ് ചെയ്യും. അതായത് ഇമോഷൻ മാറുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബോഡിയുടെ കെമിസ്ട്രി മാറും അല്ലേ? ഒരേ ഒരേ മൈൻഡിൽ തന്നെ രണ്ട് കാര്യം ചിന്തിക്കുമ്പോൾ ഒരു സമയത്ത് അത് നടക്കില്ല. ഞങ്ങൾക്ക് ഒരു സമയത്ത് തന്നെ ഹീലിംഗ് വേണം, അല്ലെങ്കിൽ ഈ അസുഖങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഹീലിംഗ് നടക്കില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയി കൊടുക്കുന്ന ഇമോഷന് റിപ്പീറ്റ് ആയിട്ട് ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഹെൽത്ത് പാറ്റേൺ മാറും അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഹെൽത്തിന്റെ പാറ്റേൺ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നിങ്ങൾ, എനിക്ക് അസുഖങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ അസുഖങ്ങൾ മാറുന്നില്ല, എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, ഞാനൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും പെയിൻ അല്ലേ? ചില ആളുകൾക്കുണ്ടല്ലോ എപ്പോഴും വേദനകൾ, അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബിലീഫ് അല്ലേ? ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ബിലീഫാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഈ തോട്ടും ഇമോഷനും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പലരും അല്ലേ പറയൂലേ, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പക്ഷെ അവിടെ എന്താ സംഭവിക്കാം? നമുക്ക് എത്ര പറഞ്ഞാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? ഈ ഒരു പ്രശ്നമുള്ള സമയത്ത്, നമ്മൾ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത്, അസുഖങ്ങൾ വരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റി പറയുമ്പോൾ നമുക്കവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഇമോഷൻ, അപ്പം അനുഭവിക്കുന്ന ഇമോഷനെ സെർവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പോ എന്ത് ഫീലാണ് നമ്മുടെ ഉള്ളിൽ, എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ഫിയർ ഫീൽ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ നെഗറ്റീവ് തോട്ട് ഓട്ടോമാറ്റിക്കലായി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ എന്താണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്, നമുക്ക് എന്തുകൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്?
മൈൻഡ് ബോഡി കണക്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മൾ ഓക്കെ. പറയാം. ഓക്കെ. അപ്പോ നമ്മൾ ആ തോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇമോഷനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് എളുപ്പം അല്ലെ? നമ്മൾ എന്ത് ഫീലാണ് അനുഭവിക്കുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യില്ലേ? ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ സമയം നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല അല്ലെ? നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് വരുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്ത് ഒരുപാട് തോട്ടിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ആ തോട്ടിനെ ചേഞ്ച് ചെയ്യാതെ ആ ഇമോഷന് അവെയർ ആവാം. അപ്പൊ ഇമോഷൻ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ആ തോട്ട് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവും. നമുക്കത് മനസ്സിലാക്കാം, ഞാനിപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ, ആ ചിന്തയുടെ കൂടെ കാട് കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അത് പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് അടുത്ത ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ നമുക്ക് ദിവസം തന്നെ ഇല്ലാതാവും. അല്ലെങ്കിൽ ഞാനിപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ എന്ത് ഇമോഷനാണ്, അതിങ്ങനെ ഒബ്സർവ് ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ തോട്ട് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. അത് നിങ്ങളുടെ ഇമോഷൻ അവിടെ ചേഞ്ച് ആവും. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താ സംഭവിക്കും നോക്കാം അല്ലെ? നമ്മള് ഒരു കുട്ടി എക്സാമിന് അല്ലെ, നമ്മള് കുട്ടികൾ എക്സാമിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളെ എക്സാം ആണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്കൊരു ഫിയർ ഉണ്ടാവും ഇല്ലേ? ഫിയർ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് പല ബുദ്ധിമുട്ടും, വയറുവേദന വരാറുണ്ട്, പല അസുഖങ്ങളും വരാറുണ്ട് അല്ലെ? കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ആ നേരത്ത് പോവാൻ മടി കാണിക്കാറുണ്ട്, വേറെ എല്ലാ ബുദ്ധിമുട്ടുകളും കാണിക്കാറുണ്ട്. അപ്പൊ അവരധികം പറയുന്നത് വയറുവേദന, അങ്ങനത്തെ പക്ഷെ ഈ ആ വയറുവേദനക്ക് നമ്മള് ടാബ്ലറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കാം? വയറുവേദന മാറില്ല അല്ലേ? ഇല്ല, പക്ഷെ ഇല്ല, അത് അവിടെ, മാനസികമായിട്ട്. അതെ അതെ, നമ്മൾ അവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ആ ഇമോഷനാണ് അവിടെ സംഭവിക്കുന്നത്. അവർക്ക് എക്സാമിനോടുള്ള പേടി, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും, പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ അതിന് നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മാറില്ല. നമ്മുടെ ഇമോഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ആ വന്നത്, ആ ചിന്തകൾ എവിടെ നിന്ന് വന്നു, അത് എന്താണ് നമ്മളിപ്പോ കൊണ്ട് നടക്കുന്നത്, ആ കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലാണ് അത് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നന്നായിട്ട് ദേഷ്യം അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരാള് ഇങ്ങനെ കെയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാം? നല്ല തലവേദന വരും അല്ലെ? എനിക്ക് നന്നായിട്ട് ദേഷ്യം, എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് തലവേദന വരും. അതേപോലെ നെക്ക് പെയിൻ ഒക്കെ വരും. അതേപോലെ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ദുഃഖം അങ്ങനെ കൊണ്ടുനടക്കുന്നില്ല, എന്തെങ്കിലും ദുഃഖങ്ങൾ എപ്പോഴുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ആ ഓക്കെ എന്ന് പറയാറുണ്ടോ? പക്ഷെ ബോഡി എപ്പോഴും അവരുടെ ടയേർഡായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡി നമ്മളോട് കള്ളം പറയില്ല. മൈൻഡ് ചിലപ്പോൾ നമുക്ക് അഭിനയിക്കാനൊക്കെ പറയും അല്ലേ? ഞാൻ ഓക്കെയാണ്, പല ആളുകളും പറയും, ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ കോഴ്സിൽ എടുത്ത ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഓക്കെ ആണോ? ഇടയ്ക്കൊക്കെ പോയിട്ട് ചോദിക്കാം, ഓക്കെ ആണോ ഒക്കെ ചോദിക്കും. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിന്റെ ഇടയിൽ, എന്തൊക്കെയാ ചോദിക്കുന്നതിന്റെ ഇടയിൽ അപ്പൊ അവര് പറയും ഞാൻ ഓക്കെ ആണെന്ന് പറയും. അപ്പൊ ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അല്ല. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവർ പറയും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മൈൻഡ് എപ്പോഴും ഓക്കെ ആണെന്ന് കള്ളം പറഞ്ഞാലും നമ്മുടെ ബോഡി അവിടെ ടയർഡാണ്. അതവിടെ ബോഡിയിൽ കാണാൻ പറ്റും. അടുത്തത് നമ്മുടെ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തില് ഒരു ഇന്റേണൽ സ്വിച്ച് ഉണ്ട്. നമ്മൾ സ്ട്രെസ് മോഡിലാവുന്ന സമയത്ത് ബോഡി സർവൈവൽ മോഡിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ നമുക്കൊരു സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇങ്ങനെ സർവൈവൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഹീലിംഗ് ചെയ്യാൻ ഓക്കെ ആയിരിക്കും അല്ലേ? അപ്പോ ഹീലിംഗ് അവിടെ പ്രയോറിറ്റി അല്ല. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നായിട്ട് സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും
ഹീൽ ചെയ്യാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തോന്നുന്നു, തോന്നാറുണ്ടോ? അപ്പൊ നമുക്ക് ആ പറയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ ഇതൊരു ഉപദേശമൊക്കെ ആയിട്ട് തോന്നൂല്ലേ, ഫീൽ ചെയ്യില്ലേ? നീ അങ്ങനെ ചിന്തിക്കരുത്, നീ ചിന്തിക്കുന്നത് തെറ്റാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒരു പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ദേഷ്യം വരുമോ? അതോ ചിലപ്പോൾ ആളോടുള്ള ബഹുമാനം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കും, നന്നായിട്ട് ദേഷ്യം വരില്ല, നമുക്കറിയാം നമ്മുടെ ഉള്ളിലാണ് നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? ചിലപ്പോൾ ആളോടുള്ള ഒരു ബഹുമാനം കൊണ്ട് നമ്മളത് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറയും. കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ വോയിസ് ഒക്കെ മാറാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്ട്രെസ് മോഡ് ഓൺ ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീലിംഗ് പ്രയോറിറ്റി അല്ല, അപ്പൊ നമ്മൾ റിലാക്സേഷൻ മോഡ് ഓൺ ആക്കണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് നമ്മൾ അവയർ ആവാൻ എന്ത് ഫീലാണ് അവിടെ സംഭവിക്കുന്നത്, ഞാൻ എന്താണ് എന്ത് ഇമോഷനാണ് ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പയർ മോഡിലേക്ക് നമ്മുടെ ഹീലിംഗ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കാൻ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഹീൽ ചെയ്യും. ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റാം, മറ്റുള്ള കാര്യങ്ങളൊന്നും അതിനു വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ഒരേ സമയം നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയം നമ്മുടെ ബോഡിയിലേക്ക് സ്ട്രെസ്സും ഇതേപോലെ ഹീലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഹീലിംഗ് ഡിലേ ആവും. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്വിച്ച് ഏതിലേക്ക് മാറ്റണം, നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ തന്നെ പോകണോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലൂടെ തന്നെ പോകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ആ ഒരു സ്വിച്ച് ഓൺ ആക്കണോ ഓഫ് ആക്കണോ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നതിന്റെ സിംറ്റം നോക്കാം. നമ്മുടെ ഈ അസുഖം വരുന്നത് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ ഫെയിലിയർ അല്ല അല്ലേ, നമുക്ക് ബോഡി പ്രശ്നമുള്ളത് കൊണ്ടല്ല, അത് പരാജയം ആയതുകൊണ്ടല്ല. എന്താണ് സംഭവിക്കുന്നത്? ബോഡി നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു മെസ്സേജ് ചെയ്യാണ് നമ്മളോട്, ഇത് നമ്മളിപ്പോ കെയർ ചെയ്യുന്ന സാധനം ഓവർലോഡാണ്, എനിക്കിത് ഇനി കെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? നമുക്ക് പല കാര്യങ്ങളും സ്ട്രെസ് ആയിരിക്കും, പല അസുഖങ്ങളും വരുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ബോഡി അങ്ങോട്ട് ടയർഡായിട്ട് പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരാറില്ലേ? നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ബ്ലാങ്ക് ആയിട്ട് സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥ വരാറില്ലേ? ഉണ്ടാവാറുണ്ടോ? Yes, sir. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ബോഡിയിൽ ഓരോ അസുഖങ്ങളും പനി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് വരുന്നത് നമുക്കൊരു സിഗ്നലാണ് തരുന്നത്, നമ്മളെ ഓവർലോഡാണ്, നമ്മൾ കെയർ ചെയ്യുന്ന ഇമോഷന് ഓവർലോഡാണ്, ഇനി എനിക്കിത് കെയർ ചെയ്യാൻ പറ്റില്ല, കൊണ്ടുനടക്കാൻ പറ്റില്ല, നമ്മുടെ ചെസ്റ്റ് ഒക്കെ ടൈറ്റ് ആവും അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡി എന്ത് സംഭവിക്കാം? ഫിയർ അല്ലെ, ഫിയർ ഉള്ള സമയത്ത് ഇങ്ങനെ ഇതാവും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരുമ്പോൾ, അങ്ങനെ ഓരോ സമയത്തും നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരികയാണ് പോകുന്നത്. നമുക്കുണ്ടല്ലോ നമ്മള് ചിന്തിക്കുന്ന, നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ്, പറഞ്ഞ പോലെ നമ്മുടെ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ വരിക. നിങ്ങളിപ്പോ ഒരു നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോ പറഞ്ഞ പോലെ നല്ല ചിന്തകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങും അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തായിരിക്കും? നമ്മുടെ എനർജി ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സർക്കിളിലുള്ള ആളുകളൊക്കെ അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ ആളുകളായിരിക്കും നിങ്ങൾക്ക് കണക്ട് ആയി വരുന്നത്. അതെ, ഔട്ട്പുട്ട് അങ്ങനെ ഓരോ ചിന്തകൾ വരാൻ തുടങ്ങും. അപ്പൊ നമ്മളെ ഫ്രണ്ട് സർക്കിളൊക്കെ അതേപോലെ ആയിരിക്കും സംസാരിക്കുന്നത്, പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ തോട്ട് മാറ്റണം. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. അതേപോലെ ആയിരിക്കും നമ്മൾ നമ്മുടെ ബോഡിയെ, നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക, സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അവയർ ആയിരിക്കും, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് കേട്ടില്ല. അപ്പൊ നമ്മുടെ ബോഡിയെ നമ്മളെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ നമ്മളെ സ്കാൻ ചെയ്യാം, ഇതിൽ പറയും മൈൻഡ്ഫുൾനെസ്സിൽ പറയും നമ്മളെ സ്കാൻ ചെയ്യാന്ന് പറയും. നമ്മുടെ കാല് മുതൽ
നമ്മുടെ തലയുടെ മുകൾ ഭാഗം വരെ എല്ലാ ബോഡി പാർട്സും നമ്മൾ സ്കാൻ ചെയ്യണം. അവിടെ എന്ത് ഫീലാണ് അനുഭവിക്കുന്നത്? ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിഷാരടി പറയുന്ന ഒരു കാര്യമുണ്ട്. ആള് മോഹൻലാലിനോട് പറയുന്നുണ്ട്, ഇത് തലവേദന എന്താ, പിഷാരടി ഇങ്ങനെ തലവേദന ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, അത് എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പിഷാരടി മോഹൻലാലിനോട് പറഞ്ഞൊരു കാര്യമാണ്, ലാലേട്ട എനിക്ക് നല്ല തലവേദനയാണ്. അപ്പോ മോഹൻലാൽ തിരിച്ചു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, മോനെ തലവേദന ഫീൽ ചെയ്യാൻ എന്താ ആസ്വദിക്കണ്ടേ? അപ്പോ തലവേദന എങ്ങനെ ആസ്വദിക്കാം? നമ്മൾ ഫീൽ ചെയ്യണം. അതാണ് പറഞ്ഞത്, എന്താണ് നമ്മുടെ ഉള്ളിൽ ഈ തലവേദന എന്താണ് ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഫീൽ ചെയ്യുന്ന സമയം നമ്മുടെ ഫീൽ സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് മാറും. നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കരയുന്ന ചെറിയ കൊച്ചു കുട്ടികള്, അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കരയില്ലേ? അത് അവർ കരഞ്ഞിട്ട് മേടിക്കും. അപ്പൊ അതേപോലെയാണ് നമ്മളെ ബോഡിയും. നമുക്ക് അസുഖങ്ങൾ വരുന്നത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ശ്രദ്ധ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്നത്, നമ്മുടെ ഈ ബോഡിയിൽ ഈ അസുഖങ്ങൾ വരുന്നത് ഈ നമ്മുടെ എനർജി ബ്ലോക്ക് ആവുന്ന സമയത്താണ്. അപ്പൊ എനർജി നമ്മൾ ഓരോ ബോഡി പാർട്സിലും എനർജി പോയിന്റ്സ് ഉണ്ട്, അവിടെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ബോഡിയിൽ സ്കാൻ ചെയ്തു പോകുന്ന സമയത്ത് അവര് എനർജി പോയിന്റ്സ് ആക്റ്റീവ് ആവും. അപ്പൊ ആ സമയത്ത് എന്താ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയി പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടും ബോഡി പെയിൻ അങ്ങനെ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് അതിൽ മാറ്റം വരും. അസുഖങ്ങൾ മാത്രമല്ല, നമ്മളും ഒരുപാട് കാര്യങ്ങൾ റെഡിയാവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബോഡിയോട് ദേഷ്യപ്പെടാറുണ്ട് അല്ലെ? ഒരു പെയിന് അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു പെയിന് വന്നാല് ഇതെന്താ വീണ്ടും വരുന്നത്, അല്ലെങ്കിൽ ഈ ബോഡി ഒരിക്കലും കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷീമൊക്കെ തോന്നും അല്ലെ? ചില ആളുകളുണ്ട്, അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ നമുക്ക് തന്നെ ശരീരം വേദനിപ്പിക്കുന്ന അല്ലെ? തലവേദന വരുന്ന സ്ട്രെസ് ഒക്കെ ആവുന്ന സമയത്ത് തല കിട്ടുന്ന ചുമരിലൊക്കെ അടിക്കുന്ന ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇതെന്താ വീണ്ടും വരുന്നത്, ഈ ബോഡി ഒരിക്കലും ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ആ ഒരു മെസ്സേജാണ്, ഞാൻ വീക്കാണ് എന്നുള്ള മെസ്സേജ് പോകുന്ന സമയത്ത് എന്താ, നമ്മുടെ സ്ട്രെസ് ഹോർമോണ് ആക്റ്റീവ് ആവും, നമ്മുടെ നെർവസ് സിസ്റ്റം ടൈറ്റ് ആവും. അപ്പൊ ആ ഫിയർ മെസ്സേജ് ആണ് അവിടെ പോകുന്നത്. അപ്പൊ നമ്മുടെ ഓക്സിജന്റെ അളവൊക്കെ കുറയും, ആ ബ്ലഡിന്റെ ഫ്ലോ കുറയും. അപ്പൊ നമ്മുടെ ആ റിപ്പയറും പ്രോസസ്സ് അവിടെ സ്ലോ ആവും. അപ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ബോഡിയെ ഇല്ലേ, നമ്മുടെ ആ ദേഷ്യം വരുന്ന സമയത്ത് ബോഡിയോട് നമുക്ക് ദേഷ്യം വരുന്നു. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് അവിടെ പറയുന്നത്, ഈ ഹെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പോകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ? ഹെൽത്തിന്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഡിസീസ് ഇല്ലാതാവുന്നില്ല, പക്ഷെ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്രീത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ആവും. പിന്നെന്താണ്, നമ്മുടെ ബോഡി അവിടെ ആ സ്ട്രെസ്സിൽ നിന്ന് മാറ്റം വരും അല്ലെ? നമ്മളൊന്ന് കൂളാവും, ഒന്ന് കാമാവും. നമ്മളൊന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഫീൽ ചെയ്തില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് കൂടത്തില്ലേ? അപ്പൊ നമ്മൾ പെയിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയോട് നന്ദി പറയുമ്പോൾ ആളതിന് റെഡിയാവും. നമ്മുടെ ബോഡിയും മൈൻഡും ഹീലാവാൻ റെഡിയായി മാറും. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കിടക്കാം അല്ലെ? ഇതാണ് മനസ്സിലായോ എന്താണ്, എങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് Yes, ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്? ക്ലിയർ ആയോ? ഓക്കെ. yes, yes. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാല്, ഒരു കാർഡ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട്
അതിൽ എഴുതി വെക്കാം, കുറച്ച് വലുതായിട്ട് എഴുതി വെക്കാം. അതായത് എന്താ എഴുതേണ്ടത് വെച്ചാല് ആരോഗ്യത്തിന്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ എന്ന് എഴുതാം. ആരോഗ്യത്തിന്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്. എഴുതി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ അതൊരു കാർഡോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കാം. എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും കാണും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ ഓഫീസിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണെന്ന് ആ ഒരു സ്ഥലത്ത് ഇത് എഴുതി വെക്കാം. ആ സാധനം ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് നിങ്ങളെ ദിവസത്തിൽ കുറഞ്ഞതൊരു 4 പ്രാവശ്യമെങ്കിലും ആ വാക്കുകൾ വായിച്ച് എന്നിട്ട് അത് ഫീൽ ചെയ്യാം. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ ആരോഗ്യം ഉള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാം. ഇതാണ് ഇന്ന് ചെയ്യാനുള്ള ടാസ്ക്. എൻ്റെ ആരോഗ്യത്തിന്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്ന എഴുതി വെക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെ വെച്ചാൽ അവിടെ ആ കാണുന്ന രീതിയിൽ അത് അവിടെ വെക്കുക. എന്നിട്ട് ദിവസത്തിൽ കുറഞ്ഞത് 4 സമയമെങ്കിലും അത് കാണാൻ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ പോസിറ്റീവ് കോഡ്സോ അല്ലെങ്കിൽ നല്ല സ്മൈൽ ചെയ്യുന്ന ഇമോജീസ് ഒക്കെ അങ്ങനെയൊക്കെ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഒട്ടിച്ച് വെക്കാം. കിച്ചണിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോഡ്സുകളൊക്കെ എഴുതി വെക്കാം, നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് മാജിക് പ്രാക്ടീസ് അടുത്ത മൺഡേ ഉണ്ടാവുള്ളൂ കേട്ടോ. 2-3 ദിവസം നമുക്ക് വേറെ സെഷൻ ആയിരിക്കും. നമുക്കിനി മൺഡേ ആണെങ്കിൽ സെഷൻ ഉണ്ടാവുക. നാളെ മറ്റന്നാളും വേറെ ട്രെയിനേഴ്സ് ആയിരിക്കും. എന്നാ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. Okay. Okay, thank you. Thank you all. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ലൊരു മോർണിംഗ് സെഷൻ ചെയ്തതിന് താങ്ക്സ്. വിലപ്പെട്ട സമയം തന്ന് അനുഗ്രഹിച്ചത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.